പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് കോട്ടയത്തിനടുത്ത് അമേന്നൂരാണ്. ഹരീഷ് സാറിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീട്ടിൽ കിച്ചൺ വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ് ഇവയെല്ലാം ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതതിന് ശേഷം 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലാണ് നമ്മൾ ഡോർ ചെയ്തിട്ടിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂം വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ്. കൂടാതെ ഒരു പാർട്ടീഷന്, TV യൂണിറ്റ്, ആർക്കിട്രേവ് ഇവയെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ്. ഈ വീടിൻ്റെ ഓണറുടെ ഹരീഷ് സാറും ഫാമിലിയും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ച് ഒരു റിവ്യൂ സാറിനോട് ചോദിക്കുക. സാറ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു റിവ്യൂ പറയാമോ? ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. മജീഷിൻ്റെ വർക്കും ഇവിടെ വന്ന വർക്കേഴ്സും ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കളറൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ കളർ ഷെയ്ഡ് നമ്മുടെ ഹരീഷ് സാർ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇത് കജാരിയുടെ ഒരു ലാമിനേറ്റ്സ് ആണ്. അപ്പോൾ അത് ഞങ്ങൾ നോക്കിയെടുത്താണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വർക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, വളരെ അധികം നല്ല രീതിയിൽ ഫിനിഷിങ്ങോടുകൂടിയാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സാറിന് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞു സാറേ? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളർ സാധാരണ കാണുന്നതല്ലോ. അതെ അതെ അതെ. മിക്കവാറും ഒരു റെഡ് ഷെയ്ഡ് ഒക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എനിക്ക് ഈ യെല്ലോ ഷെയ്ഡ് വേണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഈ ഇതും മറ്റേ ഒരു ഗ്രീനും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ കിച്ചനകത്ത് ഫെറോസിമെന്റും വർക്ക് ഏരിയയിലും ഫെറോസിമെന്റ്, ബാക്കി മുഴുവൻ നമ്മൾ പ്ലൈവുഡിലാണ് സാർ ചെയ്തിരിക്കുന്നത്. സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വർക്ക് കൊണ്ടുവരണം, അങ്ങനെയാണ് നമ്മളോട് ആദ്യം സംസാരിച്ചത് അല്ലേ? ഏകദേശം നമ്മളൊരു 1.5 വർഷം എടുത്തില്ലേ നമ്മൾ ഇതിൻ്റെ ഒരു സംസാരത്തിൽ വന്നിട്ട്? 1.5 വർഷത്തോളം ഈ ഡിസ്കഷൻ നടന്നാണ് അവസാനം ഞങ്ങളിങ്ങനെ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ട് സാറിനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കുകളൊക്കെ കണക്ട് ചെയ്ത് തരുമല്ലോ? തീർച്ചയായിട്ടും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, അതെനിക്ക് പറയാൻ പറ്റും. സാറ് ഫാമിലി ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും വർക്ക് നിങ്ങളത് കണ്ടു നോക്കുക. C ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ഫെറോസിമെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു സിംഗിൾ ബൗൾ സിങ്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതുകൂടാതെ 3 ബർണറിൻ്റെ ഒരു ഹോബ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 5 ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കട്ട്ലറി, കൂടാതെ ഒരു കപ്പ് ആൻഡ് സോസർ, 3 പ്ലെയിൻ ബാസ്ക്കറ്റ്, ഒരു 3 ലെയർ ബോട്ടിൽ പുള്ളോട്ടാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ ഇവിടെ അപ്പർ ക്യാബിൻ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെറോസിമെൻ്റ് സ്ലാബ് ഉപയോഗിച്ചിട്ടില്ല, പ്ലൈവുഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 2 ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു പാർട്ടീഷൻ കൂടി ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്.
3 ഡോറിലൊരു വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കർക്കേസും അതേപോലെ തന്നെ ഡോറും നമ്മൾ 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഹാങ്ങിങ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റഡി ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3 ഡ്രോ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഓപ്പൺ ഷെൽഫും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മളൊരു മിററും ആഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഡ്രോയിങ് റൂമിൽ നമ്മൾ ബേ വിൻഡോയോട് കൂടിയ ഒരു സ്റ്റോറേജാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു സ്റ്റഡി ടേബിൾ ബുക്ക് ഷെൽഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കർക്കേസ് കൊണ്ടുവന്നിരിക്കുന്നത്, ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡാണ്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.